അത് ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ കാര്യം. കാരണം ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഈ ജീർണാവസ്ഥയിൽ വരുന്ന മൃതശരീരങ്ങളുണ്ട്, ബന്ധുക്കളടക്കം മാറി നിൽക്കും ചില കാര്യങ്ങളിൽ. അപ്പം ആ ഡ്രൈവർമാരും പോലീസുകാരും ആണ് ബോഡി എടുത്തു വെക്കുന്നത്. ബന്ധുക്കൾ പോലും മാറി നിൽക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബോഡി ഈ 3-4 ദിവസം ജീർണാവസ്ഥയിലുള്ള ബോഡികൾ വരുമ്പോൾ ഈ ബന്ധുക്കളാരും ചിലപ്പോൾ തൊടത്തില്ല. അതിൽ ആംബുലൻസ് ഡ്രൈവർമാരുടെ പങ്കെന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ആ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കാരണം ഞങ്ങളൊക്കെ അവിടെ ഈ അൺനോൺ ബോഡീസൊക്കെ ഈ ജീർണാവസ്ഥയിൽ വരാറുണ്ട്. ഈ ഇത് കേൾക്കുമ്പോഴേ ആളുകളങ്ങ് മാറി നിൽക്കുക ഈ സ്മെല്ല് കേൾക്കുമ്പോൾ. പക്ഷേ നമുക്ക് ആ ബോഡിയോട് അനാദരവ് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ തന്നെയാണ് പോലീസും ഡ്രൈവറും ഈ അൺനോൺ ബോഡീസൊക്കെ വന്നു, പോലീസും ഡ്രൈവർമാരും ഞങ്ങളും കൂടി തന്നെ, മോർച്ചറിയുടെ സുരക്ഷാ ജീവനക്കാരും കൂടി തന്നെയാണ് ആ ബോഡി ഇറക്കുന്നതും ഫ്രീസറിൽ വെക്കുന്നതും എല്ലാം.